പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ വീണ്ടും സർവശക്തനായ ദൈവം നൽകിയ ഈ നല്ല രാത്രിക്കായിട്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. എൻ്റെ ഈ ശബ്ദപരിധിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന ലോകവ്യാപകമായി വിവിധ മീഡിയകളിലൂടെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ അവസ്ഥകളിൽ ഇരുന്നുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന, എന്നെ കാണുന്ന കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാ ദൈവജനത്തിനും, എല്ലാ കർത്താവിൻ്റെ ദാസിദാസന്മാർക്കും, എൻ്റെ കൂട്ടുപ്രവർത്തകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും ഞാൻ പ്രാരംഭമായി അറിയിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഈ സന്ദേശവേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയും ക്ഷണിക്കുകയും ചെയ്തുകൊണ്ട് നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ തിരുവചന വിചിന്തനത്തിനു വേണ്ടി നമ്മുടെ സമയങ്ങളെ നമുക്ക് വേർതിരിക്കാൻ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ ആത്മീക വചനങ്ങൾ ചിന്തിച്ച് പഠിച്ചു വരികയായിരുന്നു. നമുക്കിന്ന് രാത്രിയിലും വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പലപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ളത് പോലെ ഏത് സമയത്തും ഏത് പ്രതിസന്ധികളിലും എവിടെയും അത് കർത്താവിൻ്റെ തിരുവചനമാണ്, ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ ജീവിതത്തിൽ ആശ്വാസം നൽകുന്നത്, സമാധാനം നൽകുന്നത്, പ്രത്യാശ നൽകുന്നത്, വിടുതൽ നൽകുന്നത്, ഉറപ്പ് നൽകുന്നത്, സന്തോഷം നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് ആ വചനത്തിൻ്റെ മുമ്പിൽ നമുക്കിന്ന് രാത്രി കാലം പ്രാർത്ഥനയോടെ ആയിരിക്കാം. 117 സങ്കീർത്തനം അതിലെ 1-2 വാക്യങ്ങളാണ് എന്നെ ചിന്തിപ്പിക്കുവാനിടയായി തീർന്നത്. നമുക്ക് ഒരുമിച്ച് വായിച്ച് പ്രാർത്ഥിക്കാം. സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പീൻ, സകല വംശങ്ങളുമായുള്ളവരെ അവനെ പുകഴ്ത്തുവിൻ. നമ്മോടുള്ള അവൻ്റെ ദയ വലുതായിരിക്കുന്നു, യഹോവയുടെ വിശ്വസ്തത എന്നേക്കും ഉള്ളത്, യഹോവയെ സ്തുതിപ്പീൻ. ഇന്ന് രാത്രി നമ്മൾ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഞങ്ങൾ വായിച്ചു കേട്ട ദൈവത്തിൻ്റെ തിരുവചനം, അതിൻ്റെ മർമ്മങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ആ ദൈവത്തിൻ്റെ വചനം കർത്താവെ, അത് സ്വർഗത്തിൽ സ്ഥിരമാക്കപ്പെട്ടത്, ജീവനും ചൈതന്യമുള്ളത്, കർത്താവെ, പാറയെ തകർക്കുന്ന ചുറ്റികയാണ്, അഗ്നിയായ വചനമാണ്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും മരിച്ചവരെ ജീവിപ്പിക്കുകയും ചെയ്യുന്നതാണ്. കർത്താവെ, ഇന്ന് രാത്രിയിൽ ആ വചനത്തിൻ്റെ മർമ്മങ്ങൾ ഞങ്ങൾക്ക് ഗ്രഹിപ്പാൻ കൃപ നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആ വചനം ഞങ്ങളോട് സംസാരിക്കണമേ. ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം ലോകവ്യാപകമായി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങയുടെ ജനത്തിനു വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജനത്തെ തൃക്കരങ്ങളിൽ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞെരുക്കത്തിലൂടെ, ഭാരത്തിലൂടെ, രോഗത്തിലൂടെ, പ്രതിസന്ധികളിലൂടെ, കർത്താവെ, കോവിഡിൻ്റെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, നിരാശയിലിരിക്കുന്നവർ, ആത്മഹത്യ ചിന്തിരിക്കുന്നവർ, കുടുംബ പ്രശ്നത്തിലൂടെ ഭാരപ്പെടുന്നവർ, സാമ്പത്തിക കടഭാരം അനുഭവിക്കുന്നവർ, വിവിധ ഭാരത്തിലൂടെ കടന്നു പോകുന്ന അങ്ങയുടെ ജനത്തിൻ്റെ ഭാരങ്ങളെല്ലാം അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് വിളിച്ചത് കർത്താവിൻ്റെ ആ തിരുവചനം ചൊല്ലി ഞങ്ങളുടെ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഭാരത്തോടെ ഇരിക്കുന്ന അങ്ങയുടെ ജനത്തെ അവിടുത്തെ വചനം അയച്ച് കർത്താവ് സൗഖ്യമാക്കണമേ, വചനം അയച്ച് ആശ്വസിപ്പിക്കണമേ, ആ വചനം അയച്ച് അവരെ വിടിവിക്കണമേ. ഈ രാത്രി രോഗികളായി ഭാരപ്പെടുന്നവർ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ക്വാറന്റൈനിലുള്ളവർ, ഐസൊലേഷനിലുള്ളവർ, കർത്താവ് വെന്റിലേറ്ററിലുള്ളവർ, കോവിഡ് പ്രതിസന്ധി അനുഭവിക്കുന്ന അങ്ങയുടെ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം അഗ്നിയായി, അഭിഷേകമായി അവിടുത്തെ ജനത്തിന്റെ കാതുകളിലൂടെ ഇറങ്ങി വരട്ടെ. ആ രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ട് ഈ ശബ്ദം ശ്രദ്ധിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം പ്രാപിക്കുവാനിടയാകണമേ. വിശ്വാസം വർദ്ധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമേ. ഇന്ന് രാത്രി അവിടുത്തെ തിരുനാമം ചൊല്ലി അങ്ങയുടെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങയുടെ ജനത്തെ അനുഗ്രഹിച്ചാലും തുടർന്ന് പരിശുദ്ധാത്മാവിന്റെ നാവിനോട് കൂടെ ഇരിക്കണമേ. ദൈവഹിതമല്ലാത്ത ഒരു ശബ്ദം പോലും പുറപ്പെടുവാൻ അനുവദിക്കരുതേ. അതിന് നാവിനെ കർത്താവ് ഉപയോഗിക്കണമേ. ഈ അന്തരീക്ഷ മണ്ഡലങ്ങളെ യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മീഡിയ കർത്താവിന്റെ രക്തത്തിൽ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കട്ടെ. കേൾവിക്കാർ കർത്താവിന് ഹിതമുള്ളവർ കടന്നു വരട്ടെ. കേൾക്കുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. കർത്താവേ, വചനത്തിന്റെ മർമ്മങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. രക്ഷിക്കപ്പെടുവാനുള്ളവരുടെ സേവകാത്മാക്കളായ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് ശുശ്രൂഷിക്കുന്ന അനുഭവം ഇന്ന് രാത്രിയിൽ ഉണ്ടാകണമേ. സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമേ. പ്രാർത്ഥന കേട്ട് മറുപടി നൽകിയ ദൈവത്തിന് നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. രാത്രിയിൽ കർത്താവ് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. നാം വായിച്ചു കേട്ട ദൈവത്തിന്റെ തിരുവചനം 117 സങ്കീർത്തനമാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ
ഏറ്റവും ചെറിയ ഒരു അധ്യായമാണ് 117 സങ്കീർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ 117 സങ്കീർത്തനത്തിൽ ആകെ 2 വാക്യങ്ങളാണുള്ളത്. പക്ഷേ ആ 2 വാക്യങ്ങളും മർമ്മപ്രധാനപ്പെട്ട അതേ വാക്യങ്ങളാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്നാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കുവാനിടയിൽ തീർന്നത്, സകല ജാതികളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ, സകല വംശങ്ങളുമായുള്ളവരെ അവനെ പുകഴ്ത്തുവിൻ. അപ്പോൾ എന്നെ ചിന്തിപ്പിച്ച ഒരു ഒരു ഭാഗം ഇതാണ്. സകല ജാതികളും സകല വംശങ്ങളും ദൈവത്തെ പുകഴ്ത്തുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യണമെന്ന് പഴയ നിയമത്തിൽ അത് യഹോവയായ ദൈവം അത് എഴുതുവാൻ അല്ലെങ്കിൽ ആഗ്രഹിക്കുവാൻ ദൈവത്തിൻ്റെ ഹൃദയം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ ആലോചന നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ സകല ജാതികളും സകല വംശങ്ങളും എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ ദൈവം തിരഞ്ഞെടുത്തത് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയായിരുന്നു, ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടിയായിരുന്നു. ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു ജനമാണ് ഇസ്രായേൽ ജനം എന്ന് പറയുന്നത്. അപ്പോൾ യഹൂദന്മാരാണ്, ഇസ്രായേൽ ജനമാണ് സത്യദൈവത്തെ ആരാധിച്ചു കൊണ്ടുവന്നിരുന്നത്. അവർക്ക് ജാതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വെറുപ്പാണ്, അവർക്ക് അകലച്ചയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഇവിടെ പറയുകയാണ്, സകല ജാതികളും ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം, സകല വംശങ്ങളും ദൈവത്തെ പുകഴ്ത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ഇത് ദൈവത്തിൻ്റെ ഒരു പ്രവചനത്തിൻ്റെ നിവൃത്തീകരണമാണ്. എവിടെയാണ് നമ്മൾ കാണുന്നത്? അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ഉത്ഭവം അവിടെ നിന്നായിരുന്നല്ലോ. അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ആ 12-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കണ്ടത് ഇങ്ങനെയാണ്. ആ 3-ാമത്തെ വാക്യത്തിലെ അവസാനത്തെ ഭാഗം നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോൾ അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹത്തിലെ ഒരു ഭാഗമാണ് അബ്രഹാമിന് ദൈവം പറഞ്ഞത്, ഞാൻ കൽപ്പിക്കുന്നത് പോലെ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെട്ടാൽ എങ്ങനെ പുറപ്പെടണം? നിന്റെ ചാർച്ചക്കാരെ വിട്ട്, നിന്റെ ദേശത്തെ വിട്ട്, നിന്റെ പിതൃഭവനത്തെ വിട്ട്, നിനക്കുള്ളതിനെ എല്ലാം വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ വലുതാക്കുവാനിടയായി തീരും. അടുത്തത് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് യഹോവ പറഞ്ഞിട്ട് അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. എന്നിട്ട് അബ്രഹാമിന് അടുത്ത വാഗ്ദത്തം കൊടുത്തു, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടണം. അപ്പോൾ തേരഹിൻ്റെ കുടുംബത്തിൽ നിന്നും വിഗ്രഹത്തെ വാർത്ത് വിപണിയിൽ വിറ്റുപജീവിച്ചിരുന്നതായിരുന്ന അതേ അന്ധവിശ്വാസത്തിൻ്റെ ആ പിടിയിൽ നിന്നും അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ നിർണയം അബ്രഹാമിൻ്റെ സന്തതി മുഖാന്തരം, അബ്രഹാം മുഖാന്തരം ഭൂമിയിലുള്ള സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടണം, സകലരും ദൈവത്തിലേക്ക് മടങ്ങി വരണം എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമെന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത്. അപ്പോൾ ആ ആഗ്രഹം നിവർത്തീകരിക്കുവാൻ ദൈവം കാലങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ട് കടന്നു വന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ ഈ 117-ാം സങ്കീർത്തനത്തിൽ പറയുന്ന ആ ഭാഗം, അതെ ഞാൻ പറഞ്ഞല്ലോ, ഈ 2 ചെറിയ വാക്യങ്ങളുള്ള ഈ സങ്കീർത്തനം വലിയ ആത്മീയ അർത്ഥങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു എന്ന് സക്രിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ സഹസ്രാബ്ദ ദൈവാലയത്തെക്കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. ആ സഹസ്രാബ്ദ ദൈവാലയത്തിൽ അവിടെ സകല ജാതികളും സകല വംശങ്ങളും വന്ന് ദൈവത്തെ ആരാധിക്കേണ്ടി വരും എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ സക്രിയ പ്രവാചകന്റെ പുസ്തകം 14-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ എഴുതുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. അപ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ 2-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ ആ 2-ാം അധ്യായത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും, സകല ജാതികളും അതിലേക്ക് ഒഴുകി ചെല്ലും, അനേക വംശങ്ങളും ചെന്ന് വരുവീൻ, നമുക്ക് നമ്മുടെ യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോബിൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം, അവൻ നമുക്ക് തൻ്റെ വഴികളെ ഉപദേശിച്ച് തരികയും നാം അവൻ്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പറയും. അപ്പോൾ അന്ന് കഷ്ടതയുടെ നടുവിൽ ഇസ്രായേലിൻ്റെ സഹസ്രാബ്ദ വാഴ്ചയുടെ കാലഘട്ടം എപ്പോഴാണ്? നമുക്കറിയാം, യഹൂദനോടുള്ള ബന്ധത്തിൽ അന്തിക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ
നമുക്കറിയാം യേശു ക്രിസ്തു ശിഷ്യന്മാരും വിശുദ്ധന്മാരോടും കൂടെ ഇറങ്ങി വരികയും അവിടെ യുദ്ധം ചെയ്ത് പിശാചിനെ ബന്ധിക്കുകയും അങ്ങനെ അവിടെ രാജവാഴ്ച ആരംഭിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സഹസ്രാബ്ദ ആലയത്തിൽ ആ പീഡനത്തിൻ്റെ നടുവിൽ സകല ജനവും അന്ന് ആഗ്രഹിക്കും. ഇന്ന് വെറുക്കുന്നവർ, ഇന്ന് നിന്ദിക്കുന്നവർ, ഇന്ന് പരിഹസിക്കുന്നവർ, അതേ അവിടെ ശേഷിക്കുന്ന അതേ തലമുറകൾ അന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആലയത്തിലേക്ക് ഒഴുകി ചെല്ലും. നമുക്ക് ദൈവത്തിൻ്റെ വഴികളിൽ നടക്കാം എന്ന് പറഞ്ഞ് ചെല്ലും എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ വ്യക്തമായിട്ട് എഴുതുവാനിടയായി തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. സകല ജാതികളുമായുള്ളവരെ, സകല വംശങ്ങളുമായുള്ളവരെ അവനെ പുകഴ്ത്തുവീൻ, നമ്മോടുള്ള അവൻ്റെ ദയ വലുതായിരിക്കുന്നു. യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത്, അതുകൊണ്ട് യഹോവയെ സ്തുതിപ്പീൻ. അപ്പോൾ ഒന്ന് നാം ചിന്തിക്കേണ്ടത്, യഹോവ സ്തുതികൾ അർഹിക്കുന്നവനും സ്തുതിക്കുവാൻ കടപ്പെട്ടവനുമാണ്. അപ്പോൾ ഉന്നതത്തിൽ അധിവസിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയുമായിരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. 113 സങ്കീർത്തനത്തിലെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഉന്നതത്തിൽ അധിവസിക്കുന്നവനായി നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശൻ ആരുള്ളൂ. അപ്പോൾ ഉന്നതത്തിൽ അധിവസിക്കുന്നവൻ, അങ്ങനെയെങ്കിൽ ആ ഉന്നതത്തിൽ അധിവസിക്കുന്ന ദൈവത്തിന് സദൃശനായിട്ട് വേറെ ഒന്നുമില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. ആ ദൈവം സർവശക്തനാണ്, സർവവ്യാപിയാണ്, പ്രപഞ്ചവ്യാപിയാണ്, സകലത്തിൻ്റെയും സൃഷ്ടിതാവാണ്, ആദിനും അന്ത്യനുമാണ്, അൽഫയും ഓമേഗയുമാണ്, അടുത്തുകൂടാ വെളിച്ചത്തിൽ വസിക്കുന്നവൻ 10,000 അതേ സൂര്യന്റെ തേജസ്സിനേക്കാൾ തേജസ്സേറിയ ശോഭയുള്ളവനാണ്, താൻ മാത്രം അമർത്യതയുള്ളവനാണ്. അങ്ങനെയെങ്കിൽ മരണമില്ലാത്തവൻ, മരണത്തെ ജയിച്ച് പാതാളത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവൻ, അങ്ങനെയെങ്കിൽ ആ ദൈവത്തിന് സമനായിട്ട് വേറെ ഒരുത്തനുമില്ലെന്ന് വിശുദ്ധ വേദപുസ്തകം അതേ ഉറപ്പിച്ച് തറപ്പിച്ച് പറയുമ്പോൾ, രാത്രിയിൽ ദൈവത്തെ സ്തുതിക്കാൻ കൊള്ളാകുന്നൊരു ദൈവമുണ്ടെങ്കിൽ അതേ നമ്മൾ ആരാധിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്, നമ്മൾ ആരാധിക്കുന്ന ദൈവമാണ്, നമ്മൾ ആരാധിക്കുന്ന യഹോവയെന്ന് അത് വിശുദ്ധ വേദപുസ്തകം ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും ഉണ്ടാക്കിയ സർവശക്തനായ ദൈവമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ ഉറപ്പിച്ച് പഠിപ്പിക്കുവാൻ തക്കവണ്ണമിടയായി തീരുന്നു. അതുകൊണ്ട് ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുന്നവൻ ആരാധിക്കുവാനായിട്ട് കൊള്ളാകുന്നവനാണ് എന്ന് പറഞ്ഞാൽ അകൃത്യങ്ങളെ മോചിക്കുന്നവൻ, തൻ്റെ ജനത്തിൻ്റെ അകൃത്യങ്ങളെ മോചിച്ച് പാപത്തെ ക്ഷമിച്ച് നേരായ വഴികളിൽ അത് നടത്തുന്നവനാണ് നമ്മുടെ കർത്താവായ അതേ യേശു ക്രിസ്തു. അങ്ങനെയെങ്കിൽ ഇവിടെ നാം വായിച്ചത്, നമ്മോടുള്ള അവൻ്റെ ദയ വലുതായിരിക്കുന്നു. ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ, നമ്മോടുള്ള ദൈവത്തിൻ്റെ കൃപ വലുതായിരിക്കുന്നു. കാരണം എന്താണ്? എങ്ങനെയാ സകല ജാതികളും ദൈവത്തെ ആരാധിക്കുവാനിടയായി തീരുന്നത്? നമുക്കറിയാം, ഒരു കാലഘട്ടങ്ങളിൽ ദൈവത്തിൽ നിന്നും അകന്നു പോയിരുന്ന നമ്മെ, ജാതികളായിരുന്ന നമ്മെ കർത്താവ് തേടി വന്നു. എഫീസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ തിരുവചന വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 2-ാം അധ്യായം 11-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത് ഇങ്ങനെയാണ്: ആകിയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൻ കയ്യാലുള്ള പരിച്ഛേദന ഏറ്റു. ആ പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മിക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുക. എന്നിട്ട് 12-ാമത്തെ വാക്യത്തിൽ 13-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടിച്ചുവടുകൾ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിൽ മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതെയാക്കി, അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. അപ്പോൾ സകല ജനത്തെയും ദൈവത്തോട് നിരപ്പിക്കേണ്ടതിന് വേണ്ടി അവൻ ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതെയാക്കി. ക്രോസ് ലേഖനം 1:19 വായിക്കുന്നു, അവനിൽ സർവ്വസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു.
അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്, നമ്മോടുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തത, ദയ വലുതായിരിക്കുന്നു. അപ്പോൾ നമ്മളുള്ള ദൈവത്തിൻ്റെ ദയ വലുതായതുകൊണ്ടാണ് അത് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തരുവാനിടയായി തീർന്നത്. അപ്പോൾ സകല ജാതികളും സകല വംശങ്ങളും ദൈവത്തെ സ്തുതിക്കണമെന്നും ദൈവത്തെ വാഴ്ത്തണമെന്നും ദൈവത്തെ ആരാധിക്കണമെന്നുള്ള ദൈവം ആഗ്രഹിച്ചതുകൊണ്ടാണ് അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നത്. അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്ത് അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തു. എന്നാൽ ഗലാത്യ ലേഖനം പറയുന്നത്, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ച് അയച്ചത്. അപ്പോൾ സ്ത്രീയുടെ സന്തതിയായി, സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പം നിങ്ങൾ മക്കൾ എങ്കിലോ അവകാശികളും തന്നെ. അപ്പോൾ ഇവിടെ ദൈവത്തിന് പറയുന്നത് കാല സമ്പൂർണത വന്നപ്പോൾ. അപ്പോൾ ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തിട്ടും കാലസമ്പൂർണത വന്നപ്പോഴാണ് ദൈവത്തിൻ്റെ പദ്ധതിയിൽ അബ്രഹാമിൻ്റെ സന്തതിയായി, ദാവീദിൻ്റെ സന്തതിയായിട്ട് യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുവാനിടയായി തീർന്നത്. അപ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിൽ അവതരിക്കുവാൻ, അല്ലെങ്കിൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരുവാൻ ഇടയായി തീർന്നത് ദൈവത്തിൻ്റെ ആ പ്രവചനത്തെ നിവൃത്തീകരിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരേണ്ടതിന് വേണ്ടിയാണ്. നമ്മളെ ലൂക്കോസിൻ്റെ സുവിശേഷം അതിന് 24-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 46-ാമത്തെ തിരുവചന ഭാഗത്തിൽ നമുക്ക് ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. എന്താ എഴുതിയിരിക്കുന്നത്? ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം. എന്നിട്ട് അവൻ്റെ നാമത്തിൽ പാപമോചനവും മാനസാന്തരവും ജെറുശലേമിൽ തുടങ്ങി സകല ജാതികളുടെയും ഇടയിൽ പ്രസംഗിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം എന്ന് അത് വിശുദ്ധ വേദപുസ്തകത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് എഴുതുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പോൾ ഇതേ ഭാഗം തന്നെ റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 16-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 15-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, റോമർ 15-11 മുതൽ ഞാനിവിടെ വായിക്കാം. അവിടെ അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് ഞാൻ ജാതികളുടെ ഇടയിൽ നിന്നെ വാഴ്ത്തി നിന്റെ നാമത്തിന് സ്തുതി പാടും. ജാതികളെ അവൻ്റെ ജനത്തോട് ഒന്നിച്ച് ആനന്ദിപ്പിൻ. സകല ജാതികളുമായുള്ളവരെ കർത്താവിനെ സ്തുതിപ്പിൻ. സകല വംശങ്ങളും അവനെ സ്തുതിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സകല വംശങ്ങളും സകല ജാതികളും ദൈവത്തെ സ്തുതിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ എടുത്തു പറഞ്ഞത് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ എടുത്തു പറഞ്ഞു. നമുക്ക് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കൈസരിയിൽ ഇത്താലിക്ക എന്ന പട്ടാളത്തിൽ കൊർണേലോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. ആ ശതാധിപന് ദൈവം പ്രത്യക്ഷനായിട്ട്, ആ ശതാധിപന് ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷനായിട്ട് ദൂതൻ ഇങ്ങനെ പറഞ്ഞു: നീ യോപ്പയിലേക്ക് ആളയച്ച് ഷീമോൻ എന്ന പേരുള്ള പത്രോസിനെ വിളിച്ചു വരുത്തണം. അവൻ നിനക്കും നിൻ്റെ കുടുംബത്തിനും രക്ഷ പ്രാപിക്കുവാനുള്ളത് അറിയിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഈ കൈസരിയിലെ ഇത്താലിക്ക എന്ന പട്ടാളത്തിലെ കൊർനെലിയോസ് എന്ന് പറഞ്ഞ ശതാധിപൻ്റെ ചില ക്വാളിഫിക്കേഷൻ, ചില ഗുണങ്ങൾ അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു ഗുണങ്ങൾ? അവൻ ഭക്തനായിരുന്നു, തൻ്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനായി, ജനത്തിന് വളരെ ധർമ്മം കൊടുത്തവനായിരുന്നു, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു പോന്നവനായിരുന്നു. അങ്ങനെ അവൻ പകൽ സമയം ഏകദേശം 9 മണി നേരത്തെ ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തൻ്റെ അടുക്കൽ അകത്ത് വരുന്നത് സ്പഷ്ടമായിട്ട് കണ്ടു. എന്നിട്ട് കൊർനെലിയോസേ എന്ന് വിളിച്ച് കൊർനെലിയോസോട് സംസാരിക്കുവാനിടയായി തീർന്നു. അങ്ങനെ കൊർനെലിയോസ് പത്രോസിൻ്റെ അടുക്കിലേക്ക് ആളയച്ചു. ദൈവം പറഞ്ഞു കൊടുത്തതുപോലെ ആളയച്ച് പത്രോസിനെ തൻ്റെ വീട്ടിൽ വരുത്തിച്ചു. എന്നിട്ട് ആ പത്രോസ് കൊർനെലിയോസിൻ്റെ ഭവനത്തിൽ പറയുന്ന ചില പദങ്ങൾ,
10-ാം അധ്യായം 34-ാമത്തെ വാക്യം മുതൽ നമുക്ക് വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അവിടെ പത്രോസ് പറഞ്ഞത് ഇങ്ങനെയാണ്: അപ്പോൾ പത്രോസ് വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായിട്ട് ഗ്രഹിക്കുന്നു. അപ്പോൾ പത്രോസ് പറഞ്ഞത് ദൈവത്തിന് ഒരു മുഖപക്ഷവുമില്ല. ദൈവത്തിന് ആണെന്നോ പെണ്ണെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ദരിദ്രനെന്നോ ധനവാനെന്നോ ഒരു വ്യത്യാസവുമില്ല. ഏത് ഭാഷക്കാരനാണെന്നോ ഏത് മതക്കാരനാണെന്നോ ഏത് സംഘടനക്കാരനാണെന്നോ ഏത് ഡിനോമിനേഷനക്കാരനാണെന്നോ ഏത് ജാതിക്കാരനാണെന്നോ ദൈവത്തിന് യാതൊരു മുഖപക്ഷവുമില്ല. ദൈവം ഒരു മുഖപക്ഷവുമില്ലാത്തവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് ദൈവത്തിന് മുഖപക്ഷമില്ല. ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ നീതിയെ അംഗീകരിക്കുന്നുവെങ്കിൽ, അനുസരിക്കുന്നുവെങ്കിൽ, ആ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ദൈവത്തെ ഭയപ്പെടുന്ന ഏത് മനുഷ്യനെയും ദൈവം അംഗീകരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. അപ്പോൾ ഇവിടെ പത്രോസും അത് ഉറപ്പിച്ച് പറയുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ നാം ദൈവത്തിൻ്റെ വചനത്തിൽ കാണുവാനിടയായി തീർന്നു, സകല ജാതികളും സകല വംശങ്ങളും അബ്രഹാമിനോടുള്ള ഉടമ്പടി വാഗ്ദത്തപ്രകാരം അനുഗ്രഹിക്കപ്പെടേണ്ടതിന്, അതാണ് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 23-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം നമുക്ക് വായിക്കുമ്പോൾ കാണുവാനിടയായി തീരുന്നത്, നിങ്ങൾക്ക് ആദ്യമേ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ചു, ഓരോരുത്തനെ അവനവൻ്റെ അകൃത്യങ്ങളിൽ നിന്നും തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. അപ്പം യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? നമ്മെ അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള സകല വംശങ്ങളും സകല ജാതിയിൽപ്പെട്ടവരും സകല മനുഷ്യരും യേശു ക്രിസ്തുവിലൂടെ ആ നിത്യമായ അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് വേണ്ടിയായിരുന്നു. അങ്ങനെയെങ്കിൽ ആ യേശു ക്രിസ്തുവിന് 3-ാം അധ്യായം 26 നമ്മൾ വായിച്ചത് അങ്ങനെയാണ്: നിങ്ങൾക്ക് ആദ്യമേ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ചു, ഓരോരുത്തനെ അവനവൻ്റെ അകൃത്യങ്ങളിൽ നിന്നും തിരിക്കുന്നതിനാൽ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതാണ്, ഓരോരുത്തനെ അവനവൻ്റെ അകൃത്യങ്ങളിൽ നിന്നും തിരിക്കുന്നതിനാൽ. അപ്പോൾ മനുഷ്യൻ്റെ അനുഗ്രഹത്തിന് തടസ്സമായി നിന്നത് അകൃത്യങ്ങളായിരുന്നു, പാപങ്ങളായിരുന്നു. അപ്പോൾ പാപമില്ലാത്ത ഒരു മനുഷ്യനും ഇഹത്തിൽ ഇല്ലെന്നാണ് അത് ആത്മീയ ഗ്രന്ഥങ്ങൾ ഒരുപോലെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ അകൃത്യങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ നിന്നും അത് മനുഷ്യനെ മാറ്റിക്കളഞ്ഞു, അകറ്റിക്കളഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾ മുമ്പേ ദൂരസ്ഥരായിരുന്നു എന്ന് എഫീസ്യ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോൾ ആ എഫീസ്യ ലേഖനത്തിൽ നിങ്ങൾ ദൂരസ്ഥരായിരുന്നു എന്തുകൊണ്ട്? അകൃത്യങ്ങളാൽ. യെശയ്യാ പ്രവചനം 61 നമ്മൾ വായിക്കുന്നു, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കരം കുറുകിയിട്ടില്ല, നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുവാൻ കഴിയാതെ വണ്ണം, നിങ്ങളുടെ കഷ്ടതകൾ കാണുവാൻ കഴിയാതെ വണ്ണം, നിങ്ങളുടെ കണ്ണുനീരുകൾ, നിങ്ങളുടെ കരച്ചിലുകൾ അത് കാണുവാൻ കഴിയാതെ വണ്ണം, കേൾക്കുവാൻ കഴിയാതെ വണ്ണം കർത്താവിൻ്റെ കാതുകൾ മന്ദീഭവിച്ചിട്ടില്ല, കണ്ണുകൾ അത് മങ്ങിയിട്ടില്ല. അങ്ങനെയെങ്കിൽ അവൻ്റെ കരം നീണ്ടിരിക്കുന്നു, അവൻ്റെ കണ്ണ് തുറന്നിരിക്കുന്നു, അവൻ്റെ കാത് തുറന്നിരിക്കുന്നു. പക്ഷേ അവിടെ പറയുന്നു, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ ദൈവത്തെയും നിങ്ങളെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്. ലോകത്തിലെ സകല മനുഷ്യരെയും പരിശുദ്ധനായ ദൈവത്തിൽ നിന്നും അകറ്റിക്കളഞ്ഞത് മനുഷ്യൻ്റെ അകൃത്യങ്ങളായിരുന്നു, മനുഷ്യൻ്റെ പാപങ്ങളായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ പാപത്തിന് പരിഹാരം കണ്ടെത്തേണ്ടതിന് മനുഷ്യൻ അത് ശിലായുഗത്തിൽ മുതൽ പരിശ്രമം തുടങ്ങിയതാണ്. മനുഷ്യൻ്റെ പരിശ്രമത്തിൽ അത് യേശുക്രിസ്തുവിൻ്റെ കാൽവരി യാഗത്തിൻ്റെ നിഴലുകളായി അനേക യാഗങ്ങൾ ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ പോലും ദൈവം വ്യവസ്ഥ കൊടുക്കുവാനിടയായി തീർന്നു. ആ യാഗങ്ങളെല്ലാം, ആ മൃഗത്തെ അറുത്തുള്ള യാഗങ്ങളെല്ലാം യേശുക്രിസ്തുവിൻ്റെ കാൽവരി യാഗത്തിൻ്റെ നിഴല് മാത്രമായിരുന്നു. അങ്ങനെയെങ്കിൽ ആ യാഗം കൊണ്ട് എബ്രായ ലേഖനം 9:13 പറയുന്നത്, ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും അതേ രക്തം മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് താനും നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം അജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളെ എത്രയധികം ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും.
ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും രക്തം മലിനപ്പെട്ടവരുടെ തളിക്കുന്ന പശുഭസ്മവും ജഡികശുദ്ധി വരുത്തുന്നു എന്നാണ് നിങ്ങളുടെ ഐതിഹ്യമെങ്കിൽ, നിത്യാത്മാവിനാൽ ദൈവത്തിന് നിഷ്കളങ്കനായി തന്നെത്താൻ അർപ്പിച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം. അപ്പോൾ ആ രക്തത്തിൻ്റെ ഒരു പ്രത്യേകത, അപ്പോൾ മറ്റുള്ള സകലതും അത് മനുഷ്യൻ്റെ സകല പാപത്തിനും പരിഹാരം വരുത്താൻ കഴിയാതിരിക്കുമ്പോൾ ആ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപത്തെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യോഹന്നാന്റെ അത് ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ 1 യോഹന്നാന്റെ ലേഖനം 1:7 വാക്യം നമ്മൾ വായിക്കുന്നു, അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. സകല പാപങ്ങളെയും, ജഡത്തിലെയും ആത്മാവിലെയും സകല പാപങ്ങളും പോക്കി ശുദ്ധീകരിക്കുന്നത് ഒറ്റ രക്തമാണ്, യേശു ക്രിസ്തുവിൻ്റെ രക്തം മാത്രമാണ്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും രക്തത്തിന് കഴിയാത്ത ഒരു പ്രത്യേകത എന്താണ്? മറ്റു മനുഷ്യരുടെ രക്തത്തിന് അത് സാധിക്കാത്ത ഒരു പ്രത്യേകത യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആ രക്തം നമുക്ക് വേണ്ടി സംസാരിക്കുന്ന രക്തമെന്ന് എബ്രായ ലേഖനത്തിൽ പറയുമ്പോൾ, അങ്ങനെയെങ്കിൽ ആ രക്തത്തിൻ്റെ പ്രത്യേകത പാപമില്ലാത്ത രക്തം, ഏക രക്തം, പാപമില്ലാതെ ജനിച്ചവൻ, പാപമില്ലാതെ ജീവിച്ചവൻ, പാപികളായ മനുഷ്യർക്ക് വേണ്ടി പാപമാക്കപ്പെട്ട ഏകയാഗം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി യാഗം. ജനിക്കാൻ വേണ്ടി ജീവിച്ച മനുഷ്യരാണ് നമ്മളെല്ലാവരും. എന്നാൽ യേശുവിൻ്റെ മനുഷ്യാവതാരം ജീവിക്കാൻ വേണ്ടിയല്ലായിരുന്നു. നോക്കൂ, ജീവിക്കാൻ വേണ്ടി ജനിച്ചവരാണ് നമ്മളെല്ലാം. ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ നാട് വിട്ട് ഊര് വിട്ട് വിദേശത്തും സ്വദേശത്തും ഒക്കെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത്. ജീവിക്കാൻ വേണ്ടി ഞാൻ വയറിന് വേണ്ടിയാണ്. പക്ഷേ യേശുവിൻ്റെ ജനനം ജീവിക്കാൻ വേണ്ടിയല്ലായിരുന്നു. യേശുവിൻ്റെ മനുഷ്യാവതാരം മാനവരാശിയിലെ പാപത്തിന് പരിഹാരം വരുത്തേണ്ടതിനുള്ള യാഗത്തിന് വേണ്ടിയായിരുന്നു യേശു ജനിച്ചത്. അതുകൊണ്ട് യേശു സ്വയം ഏൽപ്പിച്ചു കൊടുത്തത്. യേശു ശിഷ്യന്മാരോട് മുൻകൂട്ടി പറഞ്ഞു, എൻ്റെ സമയമായി യെരൂശലേമിലേക്ക് പോകാം. അവിടെ മനുഷ്യപുത്രനെ അവർ ക്രൂശിക്കും, അവർ നിന്ദിക്കും, അവർ പരിഹസിക്കും, അവർ തല്ലും, അവനെ ക്രൂശിൽ തറയ്ക്കും. എന്നാൽ തിരുവചനം പറയുന്നു, യേശു തന്നെ പറഞ്ഞു, അവൻ മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ യേശു തന്നെ തൻ്റെ മരണവിധത്തെക്കുറിച്ച് ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ജീവിച്ചിരുന്നപ്പോൾ യേശു തന്നെ പറഞ്ഞു, എൻ്റെ ജീവനെ എടുക്കുവാൻ ആർക്കും അധികാരമില്ല, പക്ഷേ എനിക്ക് എൻ്റെ ജീവനെ കൊടുത്തേ പറ്റൂ. അതിനാണ് ഞാൻ വന്നത്. എനിക്ക് കൊടുക്കാൻ അധികാരമുണ്ട്, അതിനെ തിരികെ പ്രാപിക്കുവാനും അധികാരമുണ്ട്. ലോകത്തെ നമുക്കറിയാം, ഉരുക്കുമുഷ്ടി കൊണ്ട് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുവാനായിട്ട് ബന്ധപ്പെട്ട് ഓടി നടന്ന അനേക ചക്രവർത്തിമാർ, അനേക രാജാക്കന്മാർ, അനേക നേതാക്കന്മാരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവരുടെ എല്ലാം സാമ്രാജ്യം തകർന്നു പോയി, മരണം കൊണ്ട് അവസാനിച്ചു പോയി. ശവക്കുഴിയിൽ അവസാനിച്ചു കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഞാൻ മരിച്ചാലും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. യേശു പറഞ്ഞതുപോലെ റോമൻ മുദ്രകളെ പൊട്ടിച്ച് യേശു ക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുവാനിടയിൽ തീർന്നു. സ്നേഹം കൊണ്ട് സാമ്രാജ്യം പണിയപ്പെട്ട ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സാമ്രാജ്യം, സ്വന്തം ജീവൻ സ്നേഹിതന്മാർക്ക് വേണ്ടി ബലിയർപ്പിച്ചുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവന്ന ആ സാമ്രാജ്യം ഇന്നും ലോകം മുഴുവൻ പടരുന്നതിൻ്റെ കാരണം നശിപ്പിക്കുവാൻ അനേക അധികാരികൾ, ഭരണ നേതാക്കന്മാർ ചട്ടം കൂട്ടിയിട്ടും പദ്ധതികളെ ഒരുക്കിയിട്ടും എന്തുകൊണ്ട് തകർന്നു പോയില്ല? അത് ദൈവത്തിൻ്റെ പദ്ധതി ആയതുകൊണ്ട് അത് തകർക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. സുവിശേഷത്തെ തകർക്കുവാൻ പരിശ്രമിച്ച ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ രാജ്യത്തെ തകർക്കുവാൻ പരിശ്രമിച്ച പലരും തകർന്നു പോയി, പലരും ഇല്ലാതെയായി പോയി. എന്നാൽ ഇന്നും അജയ്യമായും നിലനിൽക്കുന്ന ആ സുവിശേഷം ഇന്നും അത്യധികമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്, പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അനേകർ സുവിശേഷത്തിൽ മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അനേകം സുവിശേഷത്തിൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അനേകം സുവിശേഷം കേട്ടുകൊണ്ട് ക്രിസ്തുവെന്ന ആ സുവിശേഷത്തിൽ വിശ്വസിച്ച് നല്ല ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അനേകർ ആ സുവിശേഷത്തിൽ സമാധാനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? അതിനെ തകർക്കാൻ കഴിയത്തില്ല. അത് ദൈവത്തിൻ്റെ പദ്ധതിയായതുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാൻ പറഞ്ഞു വന്നത്, ആ യേശു ക്രിസ്തു കൽവരിയിൽ യാഗമായി തീരുകയും യേശു ക്രിസ്തു ഈ യാഗമായി തീരുകയും അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെടേണ്ടതിനാ. എന്താ അനുഗ്രഹത്തിന് തടസ്സമായ ആ പാപത്തിൽ നിന്നും അകൃത്യങ്ങളിൽ നിന്നും നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കേണ്ടതിന് വേണ്ടി. നമ്മുടെ അകൃത്യങ്ങളാണ്, നമ്മുടെ പാപങ്ങളാണ് നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുവാനിടയായി തീരുന്നത്. ഏദൻ തോട്ടത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഏദൻ തോട്ടത്തിൽ ആദാമിനെ ദൈവം സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സദൃശ്യത്തിലും ദൈവത്തിന്റെ സ്വരൂപത്തിലും ദൈവം തന്റെ ആദാമിനെ സൃഷ്ടിച്ചു. അവനൊരു ഇണയെ ഉണ്ടാക്കി കൊടുത്തു.
ഏദൻ തോട്ടത്തിൽ അവനെ വേല ചെയ്യുവാൻ, തോട്ടത്തെ കാക്കുവാൻ അത് കൽപ്പിച്ച് ആക്കി അവന് ഭൂമിയിലുള്ള സകല അനുഗ്രഹങ്ങളും അവന് കൊടുത്തു. എന്നിട്ട് അത് ദൈവം വെയിലാറുമ്പോൾ ഇറങ്ങി വരിക പതിവുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ വന്നപ്പോൾ ആദാമിനെ കാണുന്നില്ല. അതിൻ്റെ കാരണം, ആദാമിനെ വിളിച്ചപ്പോൾ ആദാം പറഞ്ഞത്, ഞാൻ നഗ്നനെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ എനിക്ക് കഴിയില്ല, ഞാൻ നഗ്നനാണ്. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? നഗ്നനെന്ന് തോന്നിയാൻ കാരണം എന്താ? ദൈവം ചോദിച്ചു, ആദാമേ, ഞാൻ തിന്നരുതെന്ന് പറഞ്ഞത് നീ തിന്നോ? അപ്പം ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്തു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ അകൃത്യം ചെയ്തു, മനുഷ്യൻ പാപിയായി തീർന്നു. പാപിയായ മനുഷ്യന് ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്തു നിൽക്കുവാനായിട്ട് കഴിയത്തില്ല, അവൻ ഒളിക്കുവാനിടയായി തീർന്നു. അപ്പോൾ ഇന്ന് അകൃത്യങ്ങളാണ് ദൈവത്തിൽ നിന്നും മനുഷ്യനെ അകറ്റിക്കളഞ്ഞത്. അപ്പോൾ പാപമാണ് മനുഷ്യനെ ഒളിപ്പിക്കുന്നത്, മനുഷ്യനെ അകറ്റിക്കളയുന്നത്. അതുകൊണ്ട് ആ മനുഷ്യനെ അടുപ്പിക്കുവാൻ ദൈവം ഒരു പദ്ധതി ഒരുക്കി. അന്ന് തോലുകൊണ്ട് വസ്ത്രം കൊടുത്തെങ്കിൽ ക്രിസ്തുവിൻ്റെ നിഴലെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ അക്ഷരികമായി അത് ക്രിസ്തു, അത് കാലസമ്പൂർണ്ണത വന്നപ്പോൾ മനുഷ്യജടമെടുത്ത് ഭൂമിയിൽ അവതരിച്ച് പാപികളായ മനുഷ്യർക്ക് വേണ്ടി സ്വന്തം ജീവൻ അർപ്പണം ചെയ്തു. ആ യേശുവിൻ്റെ രക്തം, നിർമ്മലമായ രക്തം, പരിശുദ്ധമായ രക്തം, പാവനമായ രക്തം, അത് സകല പാപങ്ങൾക്കും പരിഹാരം വരുത്തുന്ന രക്തം. ആ രക്തം നമുക്ക് വേണ്ടി ചിന്തി തന്നതുകൊണ്ട് സകല അകൃത്യങ്ങളിൽ നിന്നും നമുക്ക് പരിഹാരം വരുവാൻ, നമുക്ക് മോചനം വരുവാൻ, അകന്നുപോയ നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനിടയിൽ തീർന്നു. അതാണ് നമ്മൾ കൊലോസ്യർ 1:19 വായിച്ചത്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1:19 നാം വായിച്ചത് എന്താണ്? അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മുഖാന്തരം അവൻ സകലത്തെയും പിതാവിനോട് നിരപ്പിച്ചു. അല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ഞാൻ വായിക്കാം. അവനിൽ സർവ്വസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. അപ്പോൾ അവനെ കൊണ്ട് തന്നോട് നിരപ്പിക്കുവാൻ പിതാവായ ദൈവത്തിന് നമ്മോട് പ്രസാദം തോന്നി. അതാണ് 117 സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഞാൻ അത് നമ്മുടെ ആ കുറിവാക്യത്തിൽ നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നത്. 117 സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന് നമ്മളോട് പ്രസാദം തോന്നി. അവിടെയാണ് എഴുതിയിരിക്കുന്നത്, യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത്, നമ്മോടുള്ള അവൻ്റെ ദയ വലുതായിരിക്കുന്നു. അപ്പോൾ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യരായ നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവൻ്റെ ദയ, അവൻ്റെ വിശ്വസ്തത, അവൻ്റെ കരുണ, അതാണ് കർത്താവായ യേശു ക്രിസ്തു. തീത്തോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ എഴുതി, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തിയോടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. അപ്പോൾ ഇവിടെ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അപ്പം യേശു ക്രിസ്തു വന്ന രക്ഷകൻ ഈ ഭൂമിയിൽ ഉദിച്ചത് സകല മനുഷ്യർക്കും വേണ്ടിയാണ്. അതുകൊണ്ടാണ് ജാതികളായിരുന്ന നമ്മെ കർത്താവ് രക്ഷിക്കുവാൻ പദ്ധതി ഒരുക്കിയത്. നമുക്ക് ലേഖനത്തിലേക്ക് വരുമ്പോൾ, കൊലോസ്യ ലേഖനത്തിലെ അപ്പോസ്തലനായ പൗലോസ് വെളിപ്പെടുത്തുന്ന എഫേസ്യ ലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എഫേസ്യ ലേഖനം, കൊലോസ്യ ലേഖനത്തിൽ നമുക്ക് വായിക്കുമ്പോൾ ജാതികളോട് ദൈവത്തിൻ്റെ മർമ്മം പ്രസ്താവിക്കേണ്ടതിന് വേണ്ടി ദൈവം പൗലോസിന് വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തതായിരിക്കുന്ന വെളിപ്പാടിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് അത് അവിടെ എടുത്തു പറയുവാനിടയായി തീർന്നിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് ആ വാക്യം ഒന്ന് വായിക്കാം. കൊലോസ്യ ലേഖനത്തിലെ എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യമാണ്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തങ്ങളിൽ പങ്കാളികളും ആകേണം എന്നുള്ളത് തന്നെ. അപ്പോൾ ആ മർമ്മം എന്താണ്? ആ വാഗ്ദത്തം എന്താണ്? സകല ജാതികളും സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിന്
പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി യാഗത്തിലൂടെ സകല മനുഷ്യരും ഈ വാഗ്ദത്തത്തിൻ്റെ പങ്കാളികൾ ആകണം. വാഗ്ദത്തം എന്താണ്? നമുക്ക് തന്ന വാഗ്ദത്തം നിത്യജീവനാണ്. ഏറ്റവും വലിയ വാഗ്ദത്തം നിത്യജീവനാണ്. പുത്തൻ യെരൂശലേമാണ്. യേശു പറഞ്ഞു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും മടങ്ങി വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തും. ഏറ്റവും വലിയ വാഗ്ദത്തമാണത്. അങ്ങനെയെങ്കിൽ അത് നമുക്ക് കിട്ടേണ്ട ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്ന വാഗ്ദത്തമൊക്കെ സാമ്പത്തിക നന്മകളും ഭൗതിക നന്മകളും അത് ഒക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം ഇതിനൊക്കെ അപ്പുറത്താണ്. അത് ഈ ലോകത്തിലെ അതേ നന്മകൾക്കപ്പുറമായിട്ട് മനുഷ്യൻ്റെ അതേ കൈപ്പണികൾക്കോ ശില്പവിദ്യകൾക്കോ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയാത്തതായ നിത്യമായ വാഗ്ദത്തമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ സകല ജാതികളും സകല വംശങ്ങളും ഉൾപ്പെടണം എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ആ മർമ്മം വെളിപ്പെടുത്തുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ നമ്മൾ വായിച്ച 117 സങ്കീർത്തനത്തിലെ ആ വാക്യത്തിലെ ചിന്ത ഇങ്ങനെയാണ്: സകല വംശങ്ങളുമായുള്ളവരെ, സകല ജാതികളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അപ്പോൾ എല്ലാവരും ദൈവത്തെ വാഴ്ത്തണം, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സ്തുതിക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിലൂടെ പാപത്തിന് മോചനമുണ്ട്. ദൈവത്തിങ്കിലേക്കുള്ള അത് നിരപ്പ് പ്രാപിക്കുവാൻ കഴിയും. നമുക്ക് സമാധാനം ലഭിക്കും. ദൈവത്തെ നമുക്ക് ആരാധിക്കുവാനായിട്ട് കഴിയും. ദൈവമക്കൾ എന്നുള്ള പദവി നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതെങ്ങനെ ലഭിക്കുന്നത്? സുവിശേഷത്താലാണ് ലഭിക്കുന്നത്. അതാണ് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 24:46 വായിച്ചത്. യേശു ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുകയും ആ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പാപമോചനവും മാനസാന്തരവും യെരൂശലേമിൽ തുടങ്ങി ഭൂമിയിലുള്ള സകല ജാതികളുടെയും ഇടയിൽ പ്രസംഗിക്കുകയും വേണം എന്ന് തിരുവെഴുത്തിൽ കാണുന്നു. അതേ സുവിശേഷത്തിൽ ലൂക്കോസിലല്ല, മർക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും 28 അധ്യായത്തിലും മത്തായിലും 18 മുതലും മർക്കോസിൻ്റെ സുവിശേഷം 16:15 മുതലും പറയുന്നു, ആകാശത്തിനും ഭൂമിക്കും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്ന് വിശുദ്ധ വേദപുസ്തകം അടിയുറപ്പിച്ചു പറയുക. അതുകൊണ്ടാണ് ഈ സുവിശേഷം ഒരു മടിയും കൂടാതെ മീഡിയകളിലൂടെ ഇപ്പോൾ പ്രസംഗിക്കുന്നു. പക്ഷെ ഞങ്ങളൊക്കെ കവലകളിൽ പ്രസംഗിക്കുന്നവരാണ്. അപ്പോൾ ഈ കവലകളിലും മീഡിയകളിലും ചർച്ചുകളിലും ഒക്കെ പ്രസംഗിക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ സുവിശേഷമാണ്, പ്രസംഗമാണ് ഒരു ജനത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം, വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത്. അതുകൊണ്ടാണ് ലജ്ജ കൂടാതെ ഈ സുവിശേഷം പ്രസംഗിക്കുക. എന്തിനാ? വരുവാനിരിക്കുന്ന ആ ശിക്ഷയിൽ നിന്നും മോചനം പ്രാപിക്കേണ്ടതിന്. അത് നാം ഈ കാലഘട്ടങ്ങളിൽ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ടാൽ, അനുസരിച്ചാൽ നിശ്ചയമായിട്ടും ആ ശിക്ഷയുടെ ഇളവ് നമുക്ക് ലഭിക്കുവാനിടയിൽ തീരും. ഇല്ലെങ്കിൽ നമുക്കറിയാം, ഇസ്രായേലിന് സഹസ്രാബ്ദ അത് ആ ദൈവാലയത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ സകല ജാതികളും സകല വംശങ്ങളും വന്നു കൂടും എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാ? കഷ്ടതയുടെ നടുവിലാണ്, പ്രയാസങ്ങളുടെ പ്രതിസന്ധികളുടെ വേളകളിലാണ്. യെശയ്യാവ് 2 നമ്മൾ വായിച്ചു. അതാ നമ്മൾ വായിച്ചത് എന്താണ്? നമുക്ക് യാക്കോബിൻ്റെ വല്ലഭൻ്റെ അടുക്കിലേക്ക് ചെല്ലാം. അവൻ്റെ അടുക്കിലേക്ക് നമുക്ക് ചെല്ലാം. എന്തിനാ ചെല്ലുന്നത്? ആ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് ചെല്ലാം. എന്തിനാ ചെല്ലുന്നത്? അവൻ നമുക്ക് വഴികളെ ഉപദേശിച്ചു തരും. അവൻ പാതകളെ ഉപദേശിച്ചു, അവൻ്റെ പാതകളിൽ നടക്കാം. ഇന്ന് സുവിശേഷത്തിനെതിരെ നിൽക്കുന്ന, ഇന്ന് കർത്താവിൻ്റെ നാമത്തിനെതിരെ നിൽക്കുന്ന സകല വ്യക്തികളും അന്ന് അത് ചെല്ലാമെന്ന് പറയും. എന്തുകൊണ്ടാണ് ചെല്ലുന്നത്? അന്നത്തെ പീഡനം, അന്നത്തെ കഷ്ടത, അന്നത്തെ പ്രതികൂലങ്ങൾ, അന്നത്തെ അവസ്ഥകളിൽ മനുഷ്യൻ മരിച്ചെങ്കിൽ മതിയെന്ന് വരെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. ആ കാലഘട്ടത്തിലെ പ്രതിസന്ധികളിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാനാണ് ഇന്ന് കർത്താവിൻ്റെ സുവിശേഷം വ്യക്തമായിട്ട് നമ്മളോട് പ്രസംഗിക്കുന്നത്. എന്തിനാ നമ്മളോട് പ്രസംഗിക്കുന്നത്? വരുവാനിരിക്കുന്ന ഒരു ശിക്ഷാവിധിയുണ്ട്, വരുവാനിരിക്കുന്ന ഒരു ന്യായവിധിയുണ്ട്. അതിൻ്റെ മുമ്പിൽ ശിക്ഷയിൽ നിന്നും മോചനം പ്രാപിക്കണമെങ്കിൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി അയച്ചത്, അല്ലെങ്കിൽ യേശു മനുഷ്യ അവതാരമെടുത്തു വന്നത് നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടത്, കാൽവരിയിൽ നമുക്ക് വേണ്ടി കാലിനും ബാണികൾ കൈകളിൽ തറയ്ക്കപ്പെട്ടത്, കാലുകൾ കൂട്ടിയടിച്ചത്,
യേശുവിൻ്റെ പുറം ഉഴുവച്ചാൽ പോലെ കീറിയത്, യേശുവിൻ്റെ പുറത്തു നിന്നും ചോരത്തുള്ളികൾ ധാരധാരയായി ഒഴുകിയത്, യേശുവിൻ്റെ തലയിൽ മുൾക്കിടം അടിച്ചിറക്കിയത്, യേശുവിൻ്റെ കണ്ണുകുഴിഞ്ഞു, മുഖം വിരൂപമായി തീർന്നു എന്ന് അതേ ചരിത്രകാരന്മാർ വിളിച്ചു പറയുമ്പോൾ, അതേ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, പാപമില്ലാത്ത, പാപമറിയാത്ത, പാപം തീണ്ടിയിട്ടില്ലാത്ത, പാപം കണ്ടിട്ടില്ലാത്ത, പാപമില്ലാത്ത ക്രിസ്തു നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടത് ഞാനും നിങ്ങളും അത് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്താൽ വീണ്ടെടുക്കപ്പെട്ട് ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ദൈവത്തെ ആരാധിക്കണം, ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സമാധാനപരമായ ഒരു ജീവിതം നയിക്കേണ്ടതിന് വേണ്ടിയാണെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. എന്നാൽ ഇന്ന് അതേ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ സുവിശേഷം അനുസരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, സുവിശേഷത്തെ തിരസ്കരിക്കുന്നവർ ശിക്ഷിക്കപ്പെടുമെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, 117-ാം സങ്കീർത്തനം നമ്മൾ വായിച്ചു, ആ യഹോവയുടെ ദയ വലുതായിരിക്കുന്നു, നമ്മളുള്ള ദൈവത്തിൻ്റെ വിശ്വസത എന്നേക്കുമുള്ളതാ. ദൈവം വിശ്വസ്തനായതുകൊണ്ട് വാഗ്ദത്തം നിറവേറ്റുവാൻ നമുക്ക് വേണ്ടി ഭൂമിയിൽ മനുഷ്യാവതാരമെടുത്തു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വിശ്വസ്തത, ദൈവത്തിൻ്റെ വാഗ്ദത്തം നമ്മെ തേടി വന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ തേടി വന്നതല്ല, ഞാൻ നിങ്ങളെ തേടി വന്നതാ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാ. ക്രിസ്തുവിൻ്റെ വിശ്വസ്തത, ക്രിസ്തുവിൻ്റെ കരുണ, ദൈവത്തിൻ്റെ വാഗ്ദത്തം ആ ജാതികളിൽ അടുക്കിലേക്ക് സുവിശേഷം തിരിയുവാൻ, സകല വംശങ്ങളിലേക്കും സകല ജാതികളിലേക്കും സകല ഭൂമിയുടെ അറ്റത്തോളം സുവിശേഷം എത്തണമെന്ന് കർത്താവിൻ്റെ ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ രാജ്യത്തും സുവിശേഷം വന്നത്, അങ്ങനെയാണ് നമ്മളൊക്കെ വിശ്വാസത്തിലേക്ക് വന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ ജാതികളിൽ നിന്നും വിശ്വാസത്തിലേക്ക് വരണമെന്ന് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഇനിയും സകല വംശങ്ങളും സകല ജാതികളും കർത്താവിനെ ആരാധിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, ദൈവസന്നിധിയിൽ വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിനൊരു മുഖപക്ഷവുമില്ല, ദൈവത്തിനൊരു ജാതിയില്ല, ദൈവത്തിനൊരു മതമില്ല, ദൈവത്തിനൊരു വർണ്ണമില്ല, ദൈവത്തിന് യാതൊരു പണവ്യത്യാസമില്ല. ദരിദ്രനോ ധനവനോ, ധനവാനോ, കൊട്ടാരമോ കുടിലോ, പണ്ഡിതനോ പാമരനോ, കറുത്തവനോ വെളുത്തവനോ, സ്ത്രീയോ പുരുഷനോ, ഒരു ഭാഷക്കാരനൊന്നും ദൈവത്തിന് വ്യത്യാസമില്ല. പത്രോസ് പറഞ്ഞു, ഏത് ജാതിയിൽപ്പെട്ടവനും ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവനെ ദൈവം അംഗീകരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ സുവിശേഷത്തിന് മുമ്പിൽ ഒരു നിമിഷം സമർപ്പിക്കാമോ? ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? ഇതുവരെയും നിങ്ങൾ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലേ? ഇതുവരെയും ആ ദൈവിക സമാധാനം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലേ? ഇന്ന് രാത്രിയിലായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് ദൈവം ഒരുക്കിയ അവസരം. ആർക്കറിയാം നാളെ നമുക്കുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാ ഇടുക്കിയിലെ ആ വെട്ടുപീടിയിലെ എന്തോ സംഭവിച്ചത്. രാത്രിയിൽ കിടന്നുറങ്ങി, നേരം പുലരുമ്പോൾ അവർക്ക് പ്രഭാതം കാണുവാൻ കഴിഞ്ഞില്ല. എപ്പോൾ എന്ത് സംഭവിക്കും നമുക്കറിയത്തില്ല. അങ്ങനെയെങ്കിൽ നാളെ നമുക്കുണ്ടോ? നാളെ എനിക്ക് നിങ്ങളോട് പ്രസംഗിക്കാൻ കഴിയുമോ? നാളെ ഈ പ്രസംഗം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമോ എന്ന് എനിക്ക് പ്രവചിക്കാൻ കഴിയത്തില്ല. അതെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളില്ല. അതുകൊണ്ട് ഇപ്പോൾ ലഭിച്ച അവസരം നഷ്ടപ്പെടുത്തി കളയാതെ, നാളത്തേക്ക് മാറ്റിവെക്കാതെ ഇന്ന് തന്നെ നാം അത് ഏറ്റെടുക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പാപത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ, യോഹന്നാന്റെ ലേഖനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, വാസ്തവമായി നിങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളുടെ പാപങ്ങളെ പോക്കി ശുദ്ധീകരിപ്പാൻ വിശ്വസ്തനും നീതിമാനുമായ ദൈവമത്രേ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, എൻ്റെ അകൃത്യങ്ങളെ ദൈവത്തിൽ നിന്നും എന്നെ അകറ്റിക്കളയുന്ന കർത്താവേ, എൻ്റെ അകൃത്യങ്ങളെല്ലാം എനിക്ക് വെളിപ്പെടുത്തി തരണമേ, എൻ്റെ പാപമെല്ലാം എനിക്ക് വെളിപ്പെടുത്തി തരണമേ. ഞാനത് ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുന്നു, ഉപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. അങ്ങയെ ഞാൻ എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവും എൻ്റെ ദൈവവുമായി ഞാൻ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. കർത്താവേ, എൻ്റെ ഹൃദയം അങ്ങേക്കായി തുറന്നു തരുന്നു. എന്നെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ അങ്ങ് ദൈവമായി വരണമേ, അങ്ങ് കർത്താവായി എൻ്റെ ഹൃദയത്തിൽ വസിക്കണമേ. അങ്ങയുടെ ശബ്ദം കേട്ട് ജീവിതത്തിൻ്റെ വഴികളിൽ നടക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. എൻ്റെ പാപമെല്ലാം എന്നോട് ക്ഷമിക്കണമേ. കർത്താവേ, കർത്താവിൻ്റെ തിരുവചനത്തിൽ പറയുന്നത് പോലെ അവനെ കൈക്കൊണ്ട നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നീതിക്കായി ആദരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നിങ്ങൾ രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഒരു നിമിഷം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച പാപങ്ങളെ ഏറ്റുപറഞ്ഞ ജനത്തിനു വേണ്ടി ഞാൻ ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അത് നിങ്ങൾ ഇന്ന് രാത്രിക്കാരമായിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് നെഞ്ചത്ത് കൈവച്ച് ഒരു നിമിഷം കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോ. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങും, നിങ്ങളുടെ ഭവനത്തിൽ ഇറങ്ങും, നിങ്ങളുടെ ശരീരത്തിൽ വസിക്കുവാനിടയായി തീരും. ഈ രാത്രിയിൽ അത്ഭുതത്തിൻ്റെ വിടുതലുകൾ അനുഭവിക്കുവാനിടയായി തീരും. രാത്രികാലം ഞാൻ ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം കേൾക്കുന്ന അങ്ങയുടെ ജനത്തെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് തീരുമാനിച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ ജനത്തിനു വേണ്ടി ഞാൻ കർത്താവിൻ്റെ ദാസൻ എന്ന നിലയിൽ ഈ രാത്രികാലം പ്രാർത്ഥിക്കുന്ന കർത്താവേ,
സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കണമേ കർത്താവേ. ഓരോരുത്തരുമായിരിക്കുന്ന ഇടത്ത്, അവരവരായിരിക്കുന്ന ഭവനത്തിൽ, അവരവരായിരിക്കുന്ന വാഹനത്തിൽ, അവരവരായിരിക്കുന്ന ജോലി സ്ഥലത്ത്, അവരവരായിരിക്കുന്ന യാത്രകളിൽ എവിടെ ഇരുന്നു കൊണ്ട് ഈ ശബ്ദം ശ്രദ്ധിക്കുന്നുവോ അവിടെ രോഗക്കിടക്കയിലാണെങ്കിൽ ഇപ്പോൾ ആ ദൈവ സാന്നിധ്യം അവരുടെ ശരീരം അനുഭവിക്കുവാൻ, അത്ഭുത സൗഖ്യം വ്യാപരിക്കുവാൻ, നിരാശയിലിരിക്കുന്നവർ, സങ്കടത്തിലിരിക്കുന്നവർ, ആകുലതയിലിരിക്കുന്നവർ, വേദനയിലിരിക്കുന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, കർത്താവേ രോഗക്കിടക്കയിലായിരിക്കുന്നവർ ഇന്ന് രാത്രിയിൽ ആ ശബ്ദത്തിൻ്റെ മുമ്പിൽ വിടുവിക്കപ്പെടേണ്ടതിന് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അതേ അവിടുത്തെ സാന്നിധ്യം അവിടുത്തെ ജനം തിരിച്ചറിയട്ടെ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം രാത്രികാലം വ്യാപരിക്കേണ്ടതിന്, രക്ഷിക്കപ്പെടുവാനുള്ള സേവകാത്മാക്കളായ ദൂതന്മാർ ഇറങ്ങി വന്ന് ശുശ്രൂഷിക്കേണ്ടതിന്, അത്ഭുത വിടുതൽ ജനം അനുഭവിക്കേണ്ടതിന്, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വിശ്വസതയോടെ നിലനിൽക്കേണ്ടതിന് വേണ്ടി അവിടുത്തെ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗം പ്രാർത്ഥന കേട്ട് മറുപടി നൽകിയ ദൈവത്തിന് നന്ദി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. അത് യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതുവരെയും എന്നെ ശ്രദ്ധിച്ച, എന്നെ കണ്ട എല്ലാ കൂട്ടുപ്രവർത്തകർക്കും, എല്ലാ കർത്താവിൻ്റെ ദാസിദാസന്മാർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും എൻ്റെ നന്ദിയും അറിയിക്കുന്നു. എന്നെ ഓർത്ത് നിങ്ങളുടെ പ്രാർത്ഥനയിലും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ഇല്ല എങ്കിൽ വാട്സാപ്പ് നമ്പർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് നമ്പറിൽ എഴുതിയിടുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം അറിയിച്ചാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് തീരും. നാളെ രാത്രി നമ്മൾ ഒരുമിച്ച് കൂടി വരുന്ന കണ്ടുമുട്ടുന്ന സമയം വരെയും കർത്താവ് യേശു ക്രിസ്തു നമ്മളോട് കൂടെ ഇരുന്ന് ദൈവം നമ്മളെ സകലത്തിലും വഴി നടത്തുമാറാകട്ടെ.